ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 18-ാം ഭാഗം. കൂടിച്ചേരാത്ത കടലുകൾ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നാം ഖുർആനിലൂടെ കടലിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഖുർആനിലൂടെ ഒരു കടൽ യാത്ര. കടൽ നമുക്കെന്നും വല്ലാത്ത അത്ഭുതമാണ്. കണ്ണെത്താത്ത ജലപ്പരപ്പും എണ്ണമില്ലാത്ത തിരമാലകളും. ഒരേ സമയം കടൽ നമുക്ക് പേടിയും അത്ഭുതവും ഉണ്ടാക്കും. ഇതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ പോലും കടൽ യാത്ര നടത്താത്ത ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ എത്ര സൂക്ഷ്മമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഷ്യനോളജി അല്ലെങ്കിൽ കടൽ ശാസ്ത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈ നമ്മുടെ മുമ്പിൽ അത്ഭുതമായി നിൽക്കുന്ന ഈ കടൽ, ആ കടൽ കാണുമ്പോൾ അല്ലെങ്കിൽ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ പല കാഴ്ചകളും നാം കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മൾ പേടിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഈ കടലിനെ അല്ലാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വഹുവല്ലദീ സഖറൽ ബഹർ, അവനാണ് കടലിനെ കീഴ്പ്പെടുത്തിയത്. ലിതഅകുലു മിൻഹു ലഹ്മൻ തരിയ്യ, അതിൽ നിന്ന് നിങ്ങൾക്ക് ശുദ്ധമായ ഫ്രഷായിട്ടുള്ള മാംസം കഴിക്കാൻ. വതസ്തഖ്രിജു മിൻഹു ഹില്യതൻ തൽബിസൂനഹ, നിങ്ങൾക്ക് അണിയാനൊക്കെ പറ്റുന്ന ആഭരണങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്തെടുക്കാനും. വതറൽ ഫുൽക മവാഖിറ ഫീഹി, അതിൻ്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് കപ്പൽ സഞ്ചരിക്കുന്നത് നിനക്ക് കാണാം. വലിതബ്തഗൂ മിൻ ഫളിഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ തേടാനും. വലഅല്ലക്കും തഷ്കുറൂൻ, അങ്ങനെ നിങ്ങൾക്ക് അല്ലാഹുവിനോട് നന്ദി കാണിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതുമാംസം എടുത്ത് ഭക്ഷിക്കുവാനും നിങ്ങൾക്കണിയാനുള്ള ആഭരണങ്ങൾ കടലിൽ നിന്ന് പുറത്തെടുക്കുവാനും ഈ രൂപത്തിൽ കടലിനെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കടലിൽ ശുദ്ധജലമുണ്ടോ? ഉണ്ട് എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. കടലിൽ ഉപ്പുജലവും ശുദ്ധജലവും ഉണ്ട് എന്നും, എന്നാൽ അവ കൂടിക്കലരാതെ വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്നും 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ആ വചനങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഖുർആൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാൻ 53-ാമത്തെ ആയത്തിൽ പറയുന്നു, വഹുവല്ലദീ മറജൽ ബഹ്റൈനി ഹാദാ അദ്ബുൻ ഫുറാത്ത് വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ. രണ്ട് സമുദ്രങ്ങളെ സംയോജിപ്പിച്ചത് അവനാണ്, കൂട്ടിയോജിപ്പിച്ചത് അവനാണ്. ഒരു സമുദ്രത്തിലാകട്ടെ ശുദ്ധമായ തെളിനീരാണ്, രണ്ടാമത്തെ സമുദ്രത്തിലാകട്ടെ ചവർപ്പുള്ള ഉപ്പുവെള്ളവും. എന്നാൽ ഇവ രണ്ടിനുമിടയിൽ അവനൊരു മറയുണ്ടാക്കിയിരിക്കുന്നു. വഹിജ്റൻ മഹ്ജൂറ, ശക്തമായ ഒരു തടസ്സവും ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൽ ശുദ്ധജലമുണ്ട് എന്ന് പറയുന്നു. രണ്ട് കടലുകളെ യോജിപ്പിച്ചിരിക്കുന്നു, രണ്ട് കടലുകളെ കൂട്ടിയോജിപ്പിച്ചു. ഒന്നിൽ ശുദ്ധജലമാണെങ്കിൽ മറ്റതിൽ ചവർപ്പുള്ള ഉപ്പുജലമാണ്. ഈ രണ്ടിനെയും കൂട്ടിയോജിപ്പിച്ചു. എന്നാൽ വജഅല ബൈനഹുമാ ബർസഖൻ, ഇവക്കിടയിൽ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു മറ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു.
വഹിജ്റം മഹ്ജൂറ, പരസ്പരം തടുത്തു നിർത്തുന്ന ഒരു തടസ്സവും അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി സൂറത്തു റഹ്മാൻ 20-ാമത്തെ ആയത്തിലും കാണാം, മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ പരസ്പരം സംഗമിക്കുമാറ്, പരസ്പരം കണ്ടുമുട്ടുമാറ് അവൻ യോജിപ്പിച്ചിരിക്കുന്നു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, അവയെ പരസ്പരം കണ്ടുമുട്ടാൻ യോജിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവൻ തുറന്നു വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അയച്ചു വിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ, അവ രണ്ടിനുമിടയിൽ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ ഒരു നിരോധ പടലമുണ്ട്. അവ പരസ്പരം ഒരിക്കലും അതിക്രമിച്ച് കടക്കുകയില്ല. ഇനി സൂറത്തു നംലിൽ നോക്കുക, 61-ാമത്തെ ആയത്ത്. അമ്മൻ ജഅലൽ അർള ഖറാറ വജഅല ഖിലാലഹാ അൻഹാറ വജഅല ലഹാ റവാസിയ, അല്ലാഹു ഭൂമിയെ പാർക്കാൻ പറ്റിയ രൂപത്തിലാക്കിയിരിക്കുന്നു. അതിനിടയിൽ അരുവികൾ, നദികൾ അവരുണ്ടാക്കിയിരിക്കുന്നു. അതിന് പർവ്വതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നീട് അള്ളാഹു പറയുന്നു, വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ, രണ്ട് കടലുകൾക്കിടയിൽ അവൻ മറയുണ്ടാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കടലുകൾ പരസ്പരം കൂടിച്ചേരാതിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മറ, അതിന് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ എന്നാണ്. രണ്ടിനെയും കൂടിച്ചേരാത്ത വിധം ഒരു മറ, ഒരു പരിധി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. എന്താണ് ഈ മറ? അള്ളാഹു ഇപ്പൊ ഈ 3 ആയത്തുകളിലും പറഞ്ഞിട്ടുള്ള ഇവ രണ്ടും കൂടിച്ചേരാതിരിക്കാൻ അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്ന തടസ്സം എന്താണ്? അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്ന മറ എന്താണ്? രണ്ട് രൂപത്തിൽ വേണമെങ്കിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. മുഫസ്സിറുകളൊക്കെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മറ എന്ന് പറയുന്നത് വെള്ളം കൊണ്ടു തന്നെയുള്ള ഒരു മറയാണ്, ഒരു ജലത്തിന്റെ മറ എന്ന് പറയും. ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ ശാസ്ത്രജ്ഞന്മാർ, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, രണ്ട് ജലസ്രോതസ്സുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് മൂന്നാമതൊരു തരം ജലം കൂടി ഉണ്ടാകുന്നു. അതായത് ഉപ്പുവെള്ളത്തിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും ഒരു മിശ്രിത ജലം അവിടെ രൂപപ്പെടുന്നു. ഇതിനെ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയും. ഈ വെള്ളം ശുദ്ധജലത്തിനും ഉപ്പുവെള്ളത്തിനുമിടയിൽ ഒരു മറയായി, ഇത് ഇങ്ങോട്ട് കടന്നു കയറാതിരിക്കാനും ഇത് ഇപ്പുറത്തേക്ക് കടന്നു കയറാതിരിക്കാനുമുള്ള ഒരു മറയായിട്ട് നിൽക്കുകയാണ് ഈ ബ്രാക്കിഷ് വാട്ടർ. അഥവാ ഇത് പരസ്പരം അതിക്രമിക്കാതിരിക്കാനുള്ള ഒരു മറയായി, ഒരു മതിലായി ഈ ബ്രാക്കിഷ് വാട്ടർ നിൽക്കുന്നു എന്നാണ് സമുദ്രശാസ്ത്രം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്. ഈ മറ പൊളിച്ചുകൊണ്ട് ശുദ്ധജലത്തിന് അങ്ങോട്ടോ ഉപ്പുവെള്ളത്തിന് ഇങ്ങോട്ടോ കടക്കാൻ കഴിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കടലിടുക്കുകളിൽ സാധാരണമാണ്. അത്തരത്തിലുള്ള മറയുടെ ഒരു രൂപം നമുക്ക് അങ്ങനെ കാണാം. ഇനി മറ്റൊരു രണ്ടാമത് തരത്തിലുള്ള ഒരു മറയുണ്ട്. അതും പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞിട്ടുള്ളതിനോട് ചേർന്ന് നിൽക്കുന്ന മറയാണ്. ആ മറ എന്താണ് എന്ന് നോക്കാം. ഇപ്പോ കടലിനടിയിൽ ശുദ്ധജലമുണ്ടോ എന്ന് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. കടലിനടിയിൽ ശുദ്ധജലം, കടൽ എന്ന് പറയുന്നത് ഉപ്പുവെള്ളമാണ്, ഉപ്പുജലമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനിടയിൽ ശുദ്ധജലമുണ്ടോ? എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, കടലിനിടയിൽ ഫ്രഷ് വാട്ടർ അണ്ടർ ദ ഓഷ്യൻ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നു, കടലിനിടയിൽ ശുദ്ധജലമുണ്ട്. അപ്പോൾ ഈ രണ്ട് ജലാശയങ്ങൾക്കിടയിൽ വേർതിരിക്കുന്ന ഒരു മറയുണ്ട് എന്നതിന് ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ നൽകുന്ന ഒരു വ്യാഖ്യാനം ഇവയെ വേർതിരിക്കുന്ന ഒരു കരയുണ്ട് എന്നാണ്. എന്താണ് ആ കര? കടലിനുള്ളിൽ മറ്റൊരു കരയോ? ഇതൊന്ന് ആഴത്തിൽ പഠിച്ചു നോക്കിയാൽ ഈ വ്യാഖ്യാനവും അല്ലെങ്കിൽ ഈ വിശദീകരണവും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കടലിനിടയിൽ ഇങ്ങനെയും ഒരു പ്രതിഭാസമുണ്ട് എന്നതാണ് സത്യം. ആ പ്രതിഭാസം ഇപ്രകാരമാണ്: മുകളിൽ ഉപ്പുരസമുള്ള കടൽ, പിന്നീട് താഴെ പാറയും മണ്ണും കൂടിച്ചേർന്നുണ്ടായ
ഒരു തരം കര, അതിന് താഴെ വലിയ ശുദ്ധജല ശേഖരം. അപ്പൊ ഈ ഒരു കരയുടെ ഈ പാളി അതിനടിയിലുള്ള ശുദ്ധജലത്തെ മുകളിലുള്ള ഉപ്പു വെള്ളത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തി സംരക്ഷിക്കുന്നു. ഈ കടലിനടിയിലുള്ള ഈ ശുദ്ധജലം ഒരിക്കലും ഉപ്പുവെള്ളം ബാധിച്ച് നശിപ്പിക്കപ്പെടുന്നില്ല. ഇവ പരസ്പരം വേർതിരിച്ച് നിൽക്കുന്നു. അക്വാഫർ എന്ന് ഈ പ്രതിഭാസത്തെ വിളിക്കാറുണ്ട്. an underground layer of water bearing material എന്നാണ് ഇതിന് പറയാറുള്ളത്. അപ്പോൾ ഒരു കടലിനടിയിൽ ഒരു അക്വാഫയർ രൂപം കൊണ്ടിട്ടുണ്ട്. ഇത് രൂപം കൊള്ളുന്നത് നാം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നദിയിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ ധാരാളം വെള്ളം കടലിലേക്ക് വരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, ഇങ്ങനെ ശുദ്ധജലം കടലിലേക്ക് വരും. കടലിൽ നിന്ന് ഈ ശുദ്ധജലം അതിൻ്റെ താഴത്തേക്ക് ആഴ്ന്നിറങ്ങുകയും കടലിൻ്റെ അടിഭാഗങ്ങളിൽ ശുദ്ധജലം ശേഖരിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി ശേഖരിക്കപ്പെട്ട ജലം കേടുകൂടാതെ കടലിലെ ഉപ്പുവെള്ളവുമായി കൂടിക്കലരാതെ അടിത്തട്ടിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള അക്വാഫയറുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കടലിൻ്റെ അടിത്തട്ടുകളിൽ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയയിലും അർജന്റീനയിലും ബ്രസീൽ, പരാഗ്വോ ഇതിൻ്റെയൊക്കെ ഈ രാജ്യങ്ങളുടെയൊക്കെ തീരങ്ങളിലും ആഫ്രിക്കയിൽ തീരങ്ങളിലുമൊക്കെ അമേരിക്കയുടെ തീരങ്ങളിലുമൊക്കെ ഈ അക്വാഫയർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഈ രണ്ട് കടലുകൾക്കിടയിൽ ശുദ്ധജലം ഒന്ന്, മറ്റൊന്ന് ഉപ്പുജലം, ഇവയെ കൂടിക്കലരാതിരിക്കാൻ ഒരു മറയുണ്ട് എന്ന് പറയുന്നത് ഈ അക്വാഫയറിനെ കുറിച്ചാകാം എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കടലിന് ഒരു നിറമുള്ള കടൽ, വേറെ ഒരു നിറമുള്ള കടൽ, ഇങ്ങനെ നമുക്ക് നേരിട്ട് തന്നെ കാണാവുന്ന തരത്തിലുള്ള കടൽ വെള്ളവും കാണാം. ഇനി ഉപ്പുവെള്ളവും കടൽ വെള്ളവും ഒക്കെ സംഗമിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, പുഴവെള്ളവും കടൽ വെള്ളവും ഒക്കെ കൂടിച്ചേരുന്ന സ്ഥലത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെ പുഴയിൽ ജീവിക്കുന്ന ജീവികൾ വേറെ തന്നെ ജീവിക്കുന്നു, കടലിൽ ജീവിക്കുന്ന ജീവികൾ വേറെ തന്നെ ജീവിക്കുന്നു. കടലിൽ ജീവിക്കുന്ന ജീവികൾ ഈ പുഴയിലേക്ക് കടന്നു കയറുന്നില്ല, പുഴയിൽ ജീവിക്കുന്ന ജീവികൾ കടലിലേക്കും കടന്നു കയറുന്നില്ല. ഈ പരസ്പരം ഈ ജന്തുക്കളോ ഈ ജീവികളോ ഈ മീനുകളോ ഒന്നും പരസ്പരം കൂടിക്കലരുന്നില്ല. കാരണം ഇവക്കിടയിൽ ഇതിനിടയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു മറയുണ്ട്. ആ മറ മുറിച്ചു കടക്കാതെ രണ്ട് സ്ഥലങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ജീവജാലങ്ങളാണ് അധികവും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി സൂറത്ത് ഫാത്തിറിലെ ഈ 12-ാമത്തെ ആയത്ത് കൂടി വായിച്ചു നോക്കുക. വമാ യസ്തവിൽ ബഹറാൻ, ഒരിക്കലും രണ്ട് കടലുകൾ ഒരുപോലെയാവില്ല. ഹാദാ അദ്ബുൻ ഫുറാത്ത് സായിഗുൻ ശറാബുഹു വഹാദാ മിൽഹുൻ ഉജാജ്. രണ്ട് ജലാശയങ്ങൾ, രണ്ട് കടലുകൾ, അവയൊരിക്കലും ഒരുപോലെയല്ല. ഒന്ന് ശുദ്ധജലമാണ്, ദാഹമകറ്റാനും കുടിക്കാൻ രുചികരമായതുമാണ്. മറ്റൊന്ന് ചവർപ്പുള്ളതാണ്, ഉപ്പുവെള്ളമാണ്. എന്നാൽ ഇവ രണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല കടലിൽ തന്നെ സംവിധാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. എത്ര അത്ഭുതമാണ് ഈ കടൽ, എത്ര മഹത്തരമാണ് ഈ കടൽ, എത്ര അത്ഭുതകരമാണ് അള്ളാഹുവിൻ്റെ വിശദീകരണങ്ങൾ എന്ന് നോക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി